അപ്പോൾ ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമ്മുടെ രണ്ടാമത്തെ സോപ്പ് മേക്കിംഗ് ആണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ ഒരു ദിവസം ചെയ്യുന്നതുകൊണ്ട് സെപ്പറേറ്റ് വീഡിയോ എടുക്കുന്നത് എന്നാന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ഓരോന്ന് സെപ്പറേറ്റ് നമ്മൾ ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ രണ്ടാമത് ചെയ്യുന്നത് നമുക്ക് ഓർഡർ കിട്ടിയിരിക്കുന്ന നീമിൻ്റെ സോപ്പിനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നീമിൻ്റെ പൗഡർ അങ്ങാടിക്കടയിൽ നിന്ന് മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 500 ഗ്രാം ബേസിലേക്കാണ് നമുക്ക് സോപ്പ് ചെയ്യേണ്ടത്, 5 സോപ്പ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 500 ഗ്രാമിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു 10 ഗ്രാം അല്ലെ 15 ഗ്രാം പൗഡർ മതിയേ. നീമിൻ്റെ പൗഡർ നമ്മൾ 15 ഗ്രാമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഇനി നമുക്കിത് മിക്സ് ചെയ്യുന്നതാണ് അടുത്ത ജോലി. ഇതിനകത്തേക്ക് നമ്മൾ മിക്സ് ചെയ്യാൻ വേണ്ടി ചേർക്കുന്ന സാധനം നമ്മുടെ പൊട്ടറ്റോയുടെ ജ്യൂസാണ് കേട്ടോ. അത് എന്ത് വേണേലും നിങ്ങൾക്ക് എടുക്കാം. പൊട്ടറ്റോയുടെ ജ്യൂസ് എനിക്കിപ്പോൾ ഉള്ളത് കൊണ്ടും യൂസ് ചെയ്യുന്നത് കൊണ്ടും ആഡ് ചെയ്യുന്നതാണ്. പൊട്ടറ്റോയുടെ ജ്യൂസ് ഇല്ലാത്തവർ നിങ്ങൾക്ക് നമ്മുടെ റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. റോസ് വാട്ടർ ആഡ് ചെയ്താലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമുക്ക് റോസ് വാട്ടർ ഒരു ശകലം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, മിക്സ് നന്നായിട്ടാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഈ മിക്സിങ്ങിൻ്റെ കൂടെ തന്നെ വൈറ്റമിനിയുടെ ഡ്രോപ്സും ആഡ് ചെയ്യാം. 5 സോപ്പിന് 5 വൈറ്റമിനിയുടെ ഡ്രോപ്പ്. പിന്നെ നമുക്ക് ഗ്ലിസറിൻ നമുക്ക് ആവശ്യത്തിന് ചേർക്കാം കേട്ടോ. ഡ്രൈ സ്കിൻ ഉള്ളവരാണെങ്കിൽ കൂടുതൽ ഗ്ലിസറിൻ ആഡ് ചെയ്യാം, അല്ലാത്തവരാണെങ്കിൽ നമുക്ക് കുറവ് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് എല്ലാം ആഡ് ചെയ്തു. ഇനി നമുക്കിത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ പൗഡർ നന്നായിട്ട് മെൽറ്റ് ആവണം. അപ്പോൾ എൻ്റെ ഇതിൻ്റെ ഈ പാത്രത്തിൻ്റെ അവിടെ ഇവിടെ ചെറിയ ഇങ്ങനെ വെട്ടുകൾ പോലുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് കിടക്കുന്ന നമ്മുടെ ഈ പൗഡേഴ്സ് നല്ല രീതിയിൽ മിക്സായിട്ട് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ അതിനെ നമ്മൾ നല്ല രീതിയിൽ മിക്സാക്കി കൊടുത്തിട്ടേ ബേസിലേക്ക് ആഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ബേസിലേക്ക് ആഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നല്ലപോലെ മിക്സ് ചെയ്തില്ലെങ്കിൽ ബേസിനകത്ത് നമുക്ക് അങ്ങിങ്ങ് നമ്മൾ സോപ്പ് ഉണ്ടാക്കി കഴിയുമ്പം അതിൻ്റെ അടിവശത്ത്, അതായത് ഫ്രണ്ട് വശത്ത് ഈ പൊടി ഇങ്ങനെ വന്ന് അടിഞ്ഞു കിടക്കും. അപ്പോൾ അത് കാണുമ്പം തന്നെ നമുക്കൊരു ഡിസപ്പോയിൻമെൻറ്റ്, വാങ്ങുന്ന കസ്റ്റമറിന് ഒരു ഡിസപ്പോയിൻമെൻറ്റ് ഫീൽ ചെയ്യും, കാണുന്ന നമുക്കും ഒരു ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടാവും. അപ്പോൾ അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നീമിൻ്റെ പൗഡർ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുവാണ്. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഇനിയും നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും ചിലപ്പോൾ ഈ പൗഡർ അവിടെ ഇവിടെയൊക്കെ കലങ്ങാതെ കിടക്കുന്നുണ്ട് കേട്ടോ. അതിനെ നമ്മളിങ്ങനെ എടുത്തെടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് ഇവിടെ വെച്ചേക്കാം. അടുത്ത ബേസ് സെറ്റായി വരട്ടെ കേട്ടോ. നമ്മുടെ ബേസ് നീമിൻ്റെ സോപ്പ് റെഡിയാക്കാനുള്ള ബേസ് നമുക്ക് എത്തിയിട്ടുണ്ട്, റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ നിങ്ങളോട് എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ നമ്മുടെ കോക്കനട്ട് മിൽക്കിൽ, അത് കോക്കനട്ട് മിൽക്കെന്ന് പോട്ടെ, നമ്മുടെ കോക്കനട്ട് ഓയിലിൽ ഡയറക്റ്റായിട്ട് ചെയ്തെടുക്കുന്നൊരു സോപ്പ് ബേസാണ്. അതുകൊണ്ടാണ് ഒരു വെളിച്ചെണ്ണയുടെ കളർ നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. അപ്പോൾ ഇതിനെ നമുക്ക് ഒട്ടും താമസിക്കാതെ തന്നെ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നീമിൻ്റെ സോപ്പ് ഇപ്പം തന്നെ റെഡി ആവുകയാണ്. ഇത് നമുക്ക് പിമ്പിൾസ് ഉള്ളവർക്ക്, ടാൻ ഉള്ളവർക്ക്, അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് ഓൾറെഡി വാങ്ങി യൂസ് ചെയ്ത ആൾ തന്നെയാണ് നമുക്ക് വീണ്ടും ഓർഡർ തന്നേക്കുന്നത്. നമ്മുടെ സാധനത്തിന് വാല്യൂ കിട്ടണമെങ്കിൽ നമ്മുടെ സാധനം ഒരു തവണയെങ്കിലും നമ്മുടെ ആവശ്യക്കാർ ഉപയോഗിച്ച് മനസ്സിലാക്കണം. എങ്കിലേ നമുക്ക് നമ്മുടെ പ്രോഡക്റ്റിന് നല്ലൊരു വാല്യൂ കിട്ടത്തുള്ളൂ. അപ്പം നമ്മൾ പേടിച്ച് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ സാധനം ഒരിക്കലും അങ്ങനെ വിറ്റ് പോകത്തില്ല. നമ്മുടെ സാധനത്തിൽ നമുക്ക് തന്നെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മുടെ സാധനം ഉറപ്പായിട്ടും വിറ്റ് പോകും. അപ്പം നമ്മുടെ നീമിൻ്റെ സോപ്പ് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിനകത്തേക്ക് നമുക്ക് സ്മെല്ലൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കംപ്ലീറ്റ് പരിപാടി അവിടെ തീരുവാണ് കേട്ടോ. അപ്പം സ്പൂണിൻ്റെ ഇവിടെ സ്പാച്ചുലറെ കുറച്ച് കിടപ്പുണ്ട്, അത് നമുക്ക് അങ്ങോട്ടേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നല്ല രീതിയിൽ യോജിപ്പിക്കാം. ഇതിനകത്തേക്ക് 10 മില്ലി സ്മെല്ലാണ് ആഡ് ചെയ്യുക. ഇത് 10 മില്ലിയുടെ ഒരു ഇതാണ്. അതിനകത്തേക്ക് നമ്മൾ 10 മില്ലി സ്മെല്ല് ആഡ് ചെയ്തു. അപ്പം അത്യാവശ്യം നല്ല മണമുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം മോൾഡുകളിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് നമ്മുടെ ബേസ് സോപ്പുകൾ ശരിക്കും സിമ്പിളാണ്, പക്ഷേ കുറച്ച് ശ്രദ്ധിച്ച് ചെയ്താൽ മാത്രം മതി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മളിത് ചതുരക്കട്ട പോലുള്ള ഒരു മോൾഡിലാണ് ആഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് 100 ഗ്രാമിൻ്റെ മോൾഡാണ് വരുന്നത്. കറക്റ്റ് 500 ഗ്രാമിൽ നമുക്ക് 5 സോപ്പ് കിട്ടും. മിച്ചമുള്ളത് നമ്മൾ ഒരു കുഞ്ഞു മോൾഡിലേക്ക് ഒഴിച്ചിട്ട്
ഇത് നമുക്ക് കസ്റ്റമറിൻ്റെ ഓർഡറുള്ള സോപ്പാണ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന സോപ്പുകൾ എത്ര ക്വാളിറ്റി നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഡക്റ്റ് കൊടുക്കാവോ അത്രയും നല്ല ക്വാളിറ്റി നിങ്ങൾ കൊടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് ഭയങ്കരമായിരിക്കും. അതിനനുസരിച്ച് നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ സാധനം ഒരിക്കലും ഒരു ഇരുന്ന് പോവില്ല നിങ്ങളുടെ കയ്യിൽ. നിങ്ങൾ ഉണ്ടാക്കുന്ന സാധനം നിങ്ങൾക്ക് വിറ്റ് പോകും, 100% വിറ്റ് പോകും. അപ്പോൾ ഇതാണ് നമ്മുടെ കസ്റ്റമറിൻ്റെ പിമ്പിൾസിന് വേണ്ടിയുള്ള സോപ്പ്. അപ്പം നല്ല സ്മെല്ലുണ്ട് കേട്ടോ. നല്ല നമുക്ക് 10 മില്ലി ആഡ് ചെയ്തപ്പം നല്ല ഒറിജിനൽ സ്മെല്ലാണെങ്കിൽ നമുക്ക് നല്ല സ്മെല്ല് കിട്ടും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഉറച്ച ശേഷമുള്ളൊരു ഫോട്ടോയും വീഡിയോയോ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ഇത് പിമ്പിൾസിനും ടാൻ റിമൂവിനും ഫേസ് നല്ല ക്ലിയർ ആവാനൊക്കെ വേണ്ടിയിട്ടുള്ള സോപ്പാണ്. അപ്പോൾ നിങ്ങളിത് ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള എല്ലാ വീഡിയോസും കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഇനിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.